ഇന്നത്തെ ഓർഡർ നമുക്ക് വന്നേക്കുന്നത് വയനാട്ടിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു ഓർഡറിൽ നമുക്ക് ഓരോ ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഹൂപ്പ് ഇയറിംഗ് ആണ്. ഇത് ഇറ്റാലിയൻ ഇനാമൽ പെയിൻറ്റിങ് വരുന്ന വേറൊരു കൈൻഡ് ഓഫ് ഇയറിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓർഡറിൽ നമുക്ക് 2 കൈൻഡ് ഓഫ് ഇയറിംഗ്സ് അതേപോലെ 2 നെക്ലേസുകളാണ് വന്നേക്കുന്നത്. നെക്ലേസുകളെ പറ്റി പറയുകയാണെങ്കിൽ വളരെ മിനിമലായിട്ട് നമുക്ക് ഡെയിലി വിയറിന് പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള 2 നെക്ലേസാണ് ഈ ഒരു കസ്റ്റമർ നമുക്ക് ചൂസ് ചെയ്തേക്കണം. മൊത്തം 4 ഐറ്റംസ് ആയിരുന്നു കേട്ടോ. ഇതൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ആൻറ്റി ടാർണിഷ് ആയിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വെറൈറ്റീസാണ് നമുക്ക് വന്നേക്കുന്നത്. ഒത്തിരി അധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ശരിക്കും നമ്മുടെ ഈ ആൻറ്റി ടാർണിഷ് ജ്വല്ലേഴ്സ്, വളരെ മിനിമലായിട്ടുള്ള ജ്വല്ലേഴ്സ് ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വയനാട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു ഓർഡർ നമുക്ക് വരുന്നത്. ഓരോ ഓർഡർ കിട്ടുമ്പോഴും ഉണ്ടല്ലോ, നമ്മൾ ഫസ്റ്റ് ടൈം പാക്ക് ചെയ്യുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, സന്തോഷമാണ് ഓരോ ഓർഡർ പാക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഉള്ളത് കേട്ടോ. അതേപോലെ നമ്മുടെ ഒരു കുട്ടി സന്തോഷം, നമുക്ക് ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു കീ ചെയിനും കൂടെ നമ്മൾ അതിൽ വെച്ചിട്ടുണ്ട്. പിന്നെയുണ്ടല്ലോ, നമുക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജസ് ആൻഡ് എൻക്വയറീസ് വരുന്നത് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തത്, ഡീറ്റെയിൽസ് തരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ഒത്തിരി പേർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഹോൾസെയിലായിട്ട് നമ്മളിനി കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ജ്വല്ലേഴ്സ് നമ്മൾ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ ഒരു പേജിലൂടെ നിങ്ങൾ കാണുന്നത് എൻ്റെ ടേസ്റ്റും എൻ്റെ ഇഷ്ടങ്ങളുമാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ തന്നെ അന്വേഷിച്ച് നമ്മുടെ ഇഷ്ടങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിച്ച് നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. എൻ്റെ ഇഷ്ടമായിരിക്കണം എന്നില്ല നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കട്ടെ. നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്ന ആ ഒരു കാര്യമാണ്. അപ്പോൾ എനിക്കത് പറയണം തോന്നി. ഓക്കെ, ബൈ.